എനിക്ക് പ്രഭുപാദിനെ പറ്റി പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഭുപാദ് ഭഗവത്ഗീത അല്ല ഭാഗവതം എന്തൊക്കെ ലിറ്ററേച്ചർ എഴുതിയിട്ടുണ്ടോ പ്രഭുപാദ് ഒരിക്കലും സ്വന്തം ഒരു ഗ്ലോറിഫിക്കേഷൻ എന്നത് ഒരു ടിഞ്ച് പോലും പ്രഭുപാദിൻ്റെ ബുക്കിൽ സ്വന്തം ഗ്ലോറിഫിക്കേഷൻ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രഭുപാദരുടെ ഈ ലിറ്ററേച്ചർ എല്ലാതും ഇത്രയ്ക്കും ആൾക്കാർക്ക് ഉത്തേജനാകാനും കുറേ. പിന്നെ ഏതൊരു ഭക്തനാണോ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത് പ്രഭുപാദിൻ്റെ ഇതിൽ കൂടെ മൂവ്മെൻറ്റിൽ കൂടെ അവരെ ശരിക്കും നോക്കുകയാണെങ്കിൽ നമുക്കെല്ലാവരും അവരെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമുക്ക് കണക്കാക്കാം. കാരണം ഈ കലിയുഗത്തിൽ അങ്ങനെ ജപിക്കാനും പ്രഭുപാദരെ ഫോളോ ചെയ്യാനും സത്യത്തിൽ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു ഹരേ കൃഷ്ണ മഹാമന്ത്രം സാധാരണ ജപിക്കുന്ന ഒരാളുണ്ടെങ്കിൽ 16 മാല ജപിക്കുന്നുണ്ടെങ്കിൽ അവർ ശരിക്കും ഒരു എക്സ്ട്രാ ഓർഡിനറി ഡിവോട്ടീസ് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് പ്രഭുപാദ് 69 ഏജിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പ്രഭുപാദ് 4 അവറാണ് സത്യത്തിൽ ഉറങ്ങിയിട്ടുള്ളത്. പിന്നെ പ്രഭുപാദാണ് ശരിക്കും നോക്കുകയാണെങ്കിൽ ബാക്ക് ടു ഗോഡ് ഹെഡ് മാഗസിൻ അമേരിക്കയിൽ പോകുന്ന മുമ്പ് തന്നെ അത് പ്രസിദ്ധീകരിച്ചിരുന്നു. പിന്നെ പ്രഭുപാദ് അതുപോലെ രാത്രിയില്ല പകലുമില്ലാതെ തന്നെ ഈ കൃഷ്ണ കോൺഷ്യസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നടന്നിരുന്ന ആളാണ് ഓപ്പൺ. പിന്നെ അതുപോലെ ഡിസൈപ്പിൾസിനെ മാനേജ് ചെയ്യലും അതുപോലെ പ്രസാദം ഉണ്ടാക്കലും അവരുടെ എല്ലാ കാര്യങ്ങളും അതുപോലെ പൂജകളും ഒരുമിച്ച് തന്നെ എല്ലാം ഒരുപോലെ പ്രഭുപാദ് കൊണ്ടു നടന്നിരുന്നു. അതുകൊണ്ടാണ് പ്രഭുപാദ് ശരിക്കും നമുക്കൊരു ശക്തിയാവേശ അവതാരമായിട്ട് എല്ലാവരും കണക്കാക്കുന്നത്. കാരണം സാധാരണ ഒരു ആൾക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രഭുപാദിനെ ശക്തിയാവേശ അവതാരമായിട്ട് കണക്കാക്കുന്നത്.